തിരുവനന്തപുരം വിതുരയിൽ നിന്നും ബോണക്കാടേക്കുള്ള വഴിയാണ്. ഈ മലയങ്ങ് കയറി ചെന്നാൽ അവിടെ കുറേ മനുഷ്യരുണ്ട്. എപ്പോൾ വേണമെങ്കിലും വന്യജീവി ആക്രമണത്താൽ കൊല്ലപ്പെടാമെന്ന ഭയത്താൽ ജീവിക്കുന്നവർ. ഇത് ബോണക്കാട് കാറ്റാടിമുക്ക് ലയമാണ്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ലാല എന്ന് പറയുന്നയാളെ കരടി ആക്രമിച്ചത്. വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്തായിരുന്നു കരടി ആക്രമണം. രാവിലെയായിരുന്നു. നമുക്ക് ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത കാണാൻ കഴിയുന്നുണ്ട്. വലിയ പൊന്തക്കാടുകളാണ് ഈ ലയത്തോടൊക്കെ ചേർന്ന് കിടക്കുന്നത്. അതോടൊപ്പം വലിയ മലനിരകളും കാണാൻ കഴിയും. അപ്പോൾ സ്വാഭാവികമായും അവിടെ നിന്നൊക്കെ കരടി ഇവിടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കരടി ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലുള്ളത് ലാലയാണ്. ഇപ്പോൾ വിതുര ആശുപത്രിയിലാണുള്ളത്. അന്ന് എന്താ ശരിക്കും സംഭവിച്ചത്? കൊച്ചു പിള്ളേർ കരയുമ്പോൾ സൗണ്ട് ആയിട്ട് ഞാൻ ലൈറ്റ് അടിച്ചപ്പോൾ ഒരു പൊടി കുട്ടി ഇത്ര പൊക്കമുള്ളത് എൻ്റെ അടുത്തൂടെ തന്നെ അത് ഓടിയത് ഒരുമാതിരി സൗണ്ട് ഇട്ടുകൊണ്ട് അതിനെ ലൈറ്റ് അടിച്ച് നോക്കിക്കൊണ്ടുവന്നു. ഈ വലുത് കയറി ഓടി എൻ്റെ അടുത്ത് വന്ന് ഇത് സൗണ്ട് ഇട്ട് ഇപ്പോഴാണ് ഞാൻ തിരിഞ്ഞ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ ഇതാണ് വന്നപ്പോൾ എനിക്ക് പിടിക്കുമെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിനെ തള്ളി. ഈ തള്ളിയിട്ട് അത് വീണില്ല, ഞാൻ മലന്ന് വീണു. വന്ന് ഫസ്റ്റിലത്തെ കടി കയ്യിലായിരുന്നു. അങ്ങനെ ഞാനും അതും കൂടെ കിടന്ന് പിടിയൊലി വെച്ച് എന്നെ മുഖത്ത് കടിക്കാനുള്ള ശ്രമത്തിൽ പിടി കൊടുത്തില്ലേ. അതിനുശേഷമാണ് ഈ തുടയിൽ കടിച്ചത്. ഈ ലൈറ്റും എൻ്റെ കയ്യിൽ നിന്ന് ലൈറ്റും തറ വീണു. അത് ഓണായി തന്നെ കിടന്നു. ഈ വിളിയും കൂടെ ആയപ്പോൾ അതും പേടിച്ച് എന്നെ വിട്ട് കളഞ്ഞത്. വിട്ടിട്ട് കുട്ടിയുടെ കൂടെ ഓടിയത്. കൂടുതൽ ഈ ചക്കമാങ്ങ സമയത്തൊക്കെയാണ് ഇത് കരടിയൊക്കെ പറഞ്ഞത്. ആശുപത്രി സൗകര്യമൊന്നുമില്ല. എന്തെങ്കിലും നമുക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിതുരയിൽ പോകണം. ഇവിടെ നിന്ന് 20 കിലോമീറ്റർ വിതുരയിലോട്ട് പോകണം. പ്രൈമറി ഹെൽത്ത് സെൻറ്റർ ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരണം. നമ്മുടെ ലയത്തിന് ചുറ്റും കാട് പിടിച്ച് കിടക്കുന്നുണ്ട്. ഈ കാടെല്ലാം ചുറ്റും വൃത്തിയാക്കണം. ഈ കരടി ആക്രമിക്കപ്പെടുന്നതിൻ്റെ തലേദിവസം വരെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ല. ആക്രമിക്കപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസമാണ് വെപ്രാളത്തിൽ കൊണ്ടുവന്ന് ഓടി വന്ന് ഇവിടെ എല്ലാം അവർ സംവിധാനം എല്ലാം ചെയ്തത്. അപ്പം ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു സംഭവം വന്നതിന് ശേഷം ചെയ്ത് കൊടുക്കുന്നതല്ല. കഴിഞ്ഞ ഓണത്തിന് വന്ന് ഇവിടെ 2 മന്ത്രിമാരൊക്കെ വന്ന് പറഞ്ഞിട്ട് പോയാണ് ലയം മെയിൻ്റനൻസ് ചെയ്തിരുന്നു. ഇതുവരെയും ചെയ്ത് തന്നിട്ടില്ല. ഇനി ചെയ്ത് തന്നിട്ടില്ലെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ലയങ്ങളും ഇടിഞ്ഞെല്ലാം താഴെ വീഴുമ്പോൾ ഇനിയിപ്പം അതൊരു അപകടമാവും. ആക്രമണം നടന്ന ലേവുകൾ തൊട്ടപ്പുറയാണ്. അതിൻ്റെ തൊട്ടടുത്ത ഒരു പ്ലാവിൽ കാണുന്നത് കരടിയുടെ കാൽപ്പാടുകളാണ്. അതിങ്ങനെ മരത്തിലേക്ക് പിടിച്ച് കയറി അതിൻ്റെ ഈ നിറം തന്നെ ഇതെല്ലാം പൊളിഞ്ഞു പോയി, തൊലിയെല്ലാം പൊളിഞ്ഞു പോയി ഇരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് 2 വിറവ് കമ്പ് എന്തെങ്കിലും എടുക്കാൻ വരാണെങ്കിൽ പേടി തന്നെ വരാൻ പറ്റില്ല. ഒറ്റയ്ക്കൊക്കെ വന്നാൽ ഇവിടെ വന്യമൃഗാക്രമണം നേരിട്ടിട്ടുണ്ടെങ്കിൽ ഇന്നാട്ടുകാർക്ക് പോകാൻ അടുത്തൊരു ആശുപത്രി പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മണിക്കൂറുകളും കിലോമീറ്ററുകളും സഞ്ചരിക്കണം ഒന്ന് ചികിത്സ തേടണമെങ്കിൽ. തിരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ മാത്രം ഈ മല കയറി ഇവിടേക്ക് എത്തുന്ന ജനപ്രതിനിധികളൊക്കെ ഇവരുടെ പ്രശ്നം പരിഹരിക്കാൻ ഒരല്പം ആത്മാർത്ഥത കാണിക്കേണ്ടതുണ്ട്. ബോണക്കാട് നിന്നും എം എസ് ഒയ്ത്തിനൊപ്പം അമൽ തനമ്പറമ്പിൽ മാതൃഭൂമി ന്യൂസ്.